നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മതം ഏതായാലും സ്ത്രീകളോടുള്ള സമീപനത്തിൽ മാറ്റമില്ല. തുല്യത എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ മതങ്ങളെ നിയന്ത്രിക്കുന്ന പുരുഷ പുരോഹിത വർഗം സുപ്രധാന പൗരോഹിത്യ പദവികളിൽ നിന്നും അധികാര ഘടനകളിൽ നിന്നും സ്ത്രീകളെ അകറ്റി നിർത്തും. അതിന് ഓരോ മതത്തിനും അതിൻ്റേതായ ആചാര ന്യായീകരണങ്ങൾ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു കേസ് സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 25, 26 അനുച്ഛേദം ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും ഭരണഘടന തന്നെ ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശവും മറ്റ് മൗലിക അവകാശങ്ങളും തമ്മിലുള്ള ബന്ധമാണ് പരിശോധിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനവും മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനവും അടക്കമുള്ള വിഷയങ്ങളും കോടതിയുടെ പരിഗണനയിലുണ്ട്. മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് കോടതിയിൽ ചില സുപ്രധാന നിലപാടുകൾ അറിയിച്ചു. സ്ത്രീകൾക്ക് മുസ്ലിം പള്ളികളിൽ പ്രവേശിക്കുന്നതിന് ഇസ്ലാമിൽ വിലക്കില്ല. പക്ഷേ മുൻവാതിൽ വഴിയുള്ള പ്രവേശനവും ഒരുമിച്ചുള്ള ആരാധനയും അനുവദിക്കാനാവില്ല. പ്രാർത്ഥനയ്ക്ക് പാലിക്കേണ്ട ചില അച്ചടക്കമുണ്ടെന്നാണ് അതിനുള്ള വിശദീകരണം. പുരുഷന്മാർക്ക് ജമായത്ത് പ്രാർത്ഥന നിർബന്ധമാണ്, സ്ത്രീകൾക്ക് നിർബന്ധമില്ല. പുരുഷന്മാർ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ കുട്ടികളെ നോക്കാൻ സ്ത്രീകൾ വീട്ടിൽ ആവശ്യമായി വന്നേക്കാമെന്ന ന്യായീകരണവും ഉണ്ട്. സ്ത്രീകൾ പള്ളിയിൽ വരുന്നത് തടയരുതെന്ന് പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കോടതി ഇതിൽ തീർപ്പ് കൽപ്പിക്കട്ടെ. ഈ വാദങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒന്നുണ്ട്. സ്ത്രീകളോടുള്ള വിവേചനത്തിൽ നമ്മുടെ നാട്ടിലെ പ്രധാന മതങ്ങളെ നിയന്ത്രിക്കുന്ന പുരോഹിത വർഗത്തിന് ഒറ്റ അഭിപ്രായമാണ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, ഇന്ത്യയിലെ വിവിധ മതങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ മതസ്വാതന്ത്ര്യവും അതുപോലെ തുല്യതയ്ക്കുള്ള സ്ത്രീകളുടെ അവകാശവും അങ്ങനെ ശബരിമല സ്ത്രീ പ്രവേശനം, പള്ളികളിലെ സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അവിടെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കുന്നതിന്, ആരാധന നടത്തുന്നതിന് ഇസ്ലാമിൽ വിലക്കില്ല. പക്ഷേ പള്ളിയുടെ മുൻവാതിൽ വഴിയുള്ള പ്രവേശനവും അല്ലെങ്കിൽ പുരുഷന്മാരുമായി പ്രത്യേക മറ തിരിച്ചുള്ള ആ മറ ഒഴിവാക്കണം എന്നുള്ള വാദവും അംഗീകരിക്കില്ല എന്നുള്ളത്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം സാറേ, ഇന്ത്യക്കകത്ത് പോലുള്ള ഇത്രയും ജാതി, മതം, ദൈവം ലോകത്ത് ഒരു രാജ്യത്തില്ല. ഇന്ത്യക്കകത്താണ് ഇത്ര 1000 ജാതി, വയനാട് പറഞ്ഞല്ലോ 1000 മത ദൈവങ്ങള്. ലോകത്ത് വേറൊരു രാജ്യത്തില്ല ഇത്രയും ഒരു ഗതികെട്ട മതവും ജാതിയും. ഇത്രയേ ഉള്ളൂ പറയാം. ശരി, ഓക്കെ. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സ്ത്രീകൾക്ക് ആരാധന നടത്താം, പക്ഷേ മുൻവാതിൽ വഴി പ്രവേശിക്കരുത്, സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരുന്നുള്ള ആരാധന ആവശ്യപ്പെടരുത്, അങ്ങനെയൊക്കെയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. നമസ്കാരമുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞുതരാ. പിന്നെ മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ പ്രവേശിക്കാം, അവർക്ക് വേറെ സ്ഥലമാണ് ഇരിക്കാന് പള്ളിയില്. പിന്നെ ആണുങ്ങളോ അവരേറ്റ് യാതൊരു ബന്ധവുമില്ല. അത് ഒരു ഭാഗത്ത് ആണുങ്ങൾ പോവും, ഒരു ഭാഗത്ത് പെണ്ണുങ്ങൾ പോവും. അങ്ങനെയുണ്ട്. അതിന് തന്നെ പല എതിർപ്പുകളുമില്ല. ആൾക്കാർ വൻ ഭൂരിപക്ഷമല്ല ആൾക്കാർ എതിർപ്പിലുമാണ്. അവർക്ക് പോവാനും പാടില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു സംഘടന, ഇപ്പോഴത്തെ സംഘടനകൾ 2 അത് അവര് എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് വരും. അത് ഒരു ഭാഗത്ത് കൂടെ പോകും, ഒരു ഭാഗത്ത് കൂടെ വരും. പിന്നെ അവരെ ആരും കാണൂല. അവരേറ്റ് സംസാരിക്കാൻ അവരെ ഭർത്താക്കന്മാരോ പോലക്കത്തോലോ കൊണ്ടുപോകാൻ കാർ വെച്ചോ അല്ലെങ്കിൽ വാഹനങ്ങൾ വെച്ചോ അപ്പുറത്തുണ്ടാവും. അങ്ങനെ പോവുക എന്നുള്ളത് അതും പാടില്ല എന്നുള്ളത് ഇതിലെ ഒരു പ്രബലമായ സംഘടന ശക്തിയുക്തം എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ പോക്കിന്. പക്ഷെ പോകുന്നത് പോയി അവിടെ ചെന്നിട്ട് ഇടകലർന്ന് ഇരിക്കലോ വേറെല്ലതോ ഒന്നുമില്ല. അവരെ നമ്മൾ കാണുന്നില്ല. ഇപ്പൊ എന്നും പള്ളിയിൽ പോയി വരികയാണ്. അവര് റോട്ടുമെന്ന് കാണും, പോണോലും വരുന്നോലും ഒക്കെ റോട്ടുമെന്ന് കാണുന്നല്ലാതെ പള്ളിയിലോ പള്ളിന്റെ അകത്തുനിന്നോ ഒരു സ്ത്രീനെയും കാണും. ശ്രീ മുഹമ്മദ്, യഥാർത്ഥത്തിൽ ഇത്തരം രീതികളൊക്കെ ഏത് മതമായിക്കോട്ടെ ഈ സ്ത്രീകൾക്ക് നേരെ കാണിക്കുന്ന ഇത്തരം വിവേചനങ്ങൾ അത് അവസാനിപ്പിക്കേണ്ടതല്ലേ? അവസാനിപ്പിക്കേണ്ടത് എന്നോ അവസാനിപ്പിക്കേണ്ട. കാരണം അവര് വരണ, അവര് പോണ, അവിടെ പറയുന്ന കുത്തുബ
അതായത് കുത്തുബ പ്രസംഗം, അത് അവർക്കും കേൾക്കാം. അതിൽ കുട്ടികളെ നോക്കേണ്ടതും പിന്നെ ഒരു പെണ്ണ് എങ്ങനെ ആവണം എന്നുള്ളതും ഒരു കുടുംബം എങ്ങനെ ആവണം എന്നുള്ളതൊക്കെയാണ് അവിടെ പറയുന്നത്. അത് മറ്റുള്ള ഒരു പ്രബല ഒരു സംഘം, ഒരു സംഘടന അതിനെ ശക്തിയുക്ത എതിർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അവര് പോണുണ്ട്, നല്ല ജനം വരുന്നുണ്ട്. ഇന്നും വന്നിരുന്നു. ഇന്ന് ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഫാദർ സാമുവൽ കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നാണ്. ഫാദർ സാമുവൽ, താങ്കൾക്ക് കുറെ കൂടി ആധികാരികമായി പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുസ്ലിം പള്ളികളിൽ പ്രവേശനം സംബന്ധിച്ച് അവിടെ മുസ്ലിം വ്യക്തിഗത നിയമ ബോർഡിൻ്റെ തീരുമാനമാണ്. അവർ പറയുന്നത്, നിലപാട് പറയുന്നത് പള്ളിയിൽ കയറാം, പക്ഷേ മുൻവാതിലൂടെ കയറരുത്, അല്ലെങ്കിൽ അവർ പ്രത്യേകമായി ഇരിക്കണമെന്നൊക്കെയാണ്. ഈ ക്രൈസ്തവ മതമായാലും ഹിന്ദു മതമായാലും ഒക്കെ ഇങ്ങനെ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഒരു തുല്യത നൽകുന്നതിൽ നിന്ന് എപ്പോഴും പുരോഹിതവർഗം എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളിലെയും പുരുഷന്മാർക്കാണ് അതിൽ മേധാവിത്വം, വ്യക്തമായ മേധാവിത്വം ഉള്ളത്. അത്തരമൊരു സിസ്റ്റമൊക്കെ ഈ ആധുനിക കാലത്തെങ്കിലും എല്ലാ മതങ്ങളും മാറ്റേണ്ടതല്ലേ? ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നലത്തെ വിഷയത്തില് ഒരു അഭിപ്രായം എനിക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇന്നലെ കണക്ഷൻ കിട്ടിയില്ല. ശരി, ഇപ്പൊ ഇന്നത്തെ വിഷയം പറയാവുന്ന വിഷയമാണല്ലോ, പറഞ്ഞു. ഒറ്റ വാക്കതില്, അതായത് ഇന്നലെ അവിടെ പാടിയത് ക്രിസ്ത്യൻ ഭക്തിഗാനമാണ്, വെറും പാട്ടല്ല. അത് ഒറ്റ വാക്ക്. ഇന്നത്തേൽ വരികയാണെങ്കിൽ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞ പ്രകാരം തന്നെ മറ്റൊരു വാതിലിലൂടെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവർക്ക് പള്ളിയിൽ എപ്പോഴും വേണമെങ്കിൽ വരാം. അവിടെ തുല്യതയുണ്ട്. മാത്രമല്ല കമ്മിറ്റികളിലേക്കൊക്കെ റിസർവേഷനും ഉണ്ട്, സ്ത്രീകൾക്ക് ഇത്ര ശതമാനം എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. കാരണം കമ്മിറ്റിയിൽ വരും, ബിഷപ്പുമാരുണ്ട്. അപ്പോൾ അവിടെ വേറൊരു പ്രശ്നമില്ല. ഇപ്പോഴും ക്രൈസ്തവ പുരോഹിതന്മാർ അത് സുപ്രധാന സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നത് അവിടെയെല്ലാം ഉള്ളത് പുരുഷന്മാരല്ലേ? അവിടെയെങ്കിലും സ്ത്രീകൾക്ക് അങ്ങനെ ഒരു തുല്യതയുടെ അവകാശം ഇപ്പോഴും ഇല്ലാത്ത അവസ്ഥയില്ലേ? ബിഷപ്പ്മാര് സ്ത്രീകളുണ്ട്. അല്ല, ഇതൊക്കെ ഇപ്പോൾ 1-2 പേർ വന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു തുല്യമായൊരു അവകാശം സ്ത്രീകൾക്കുണ്ടോ? തുല്യമായുള്ള അവകാശം അതിന് ക്രമേണ വരും. ഇപ്പോൾ കമ്മിറ്റികളിലൊക്കെ അവർക്ക് റിസർവേഷൻ ഉണ്ട്. 25% അവർക്കും യുവജനങ്ങൾക്കൊക്കെ ഉണ്ട്. അത് മുമ്പുണ്ടായിരുന്നില്ല. ഇപ്പൊ ഭരണഘടനയിൽ അങ്ങനെ ഒരു ക്ലോസ് വെച്ചിരിക്കുന്നത്. അതേ പ്രകാരം തന്നെ സ്ത്രീകൾ അച്ഛന്മാരുണ്ട്, ബിഷപ്പ്മാരുണ്ട്. ക്രമേണ ആയി വരും. ഒറ്റയടിക്കെല്ലാം നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. വളരെ മാറ്റം വന്നിരിക്കുന്ന, ഇനിയും മാറ്റം വരും. ഫാദറിന്റെ അഭിപ്രായം എല്ലാ തരത്തിലും ബിഷപ്പുമാരടക്കം ഏറ്റവും ടോപ്പിൽ വരെ, പോപ്പ് വരെയുള്ള സ്ഥാനത്ത് എല്ലായിടത്തും സ്ത്രീകൾക്ക് കൂടി തുല്യമായ അവകാശം കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് കൂടി അവിടെ അവസരം കിട്ടണം എന്ന് തന്നെയാണോ? ഞാൻ പറഞ്ഞത് CSI ചർച്ച സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമാണ്. അതേ സമയത്ത് തന്നെ മറ്റ് സഭാ വിഭാഗങ്ങളില് അവർക്ക് സ്ത്രീകൾക്കുള്ള റിസർവേഷനും സ്ത്രീകൾക്കുള്ള പങ്കാളിത്തമൊക്കെ ഞങ്ങളെപ്പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെയൊക്കെ മാറ്റങ്ങളുണ്ട് അവിടെ. അവർക്ക് ഇപ്പോഴും അവർക്ക് പുരുഷന്മാർക്ക് മാത്രമേ ചില സ്ഥാനങ്ങളിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് അവർ മറ്റേ ക്രിസ്ത്യ വിഭാഗങ്ങൾ നിൽക്കുന്നത്. ശരി, എല്ലാവരും ആ തുല്യമായ നിലയിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനം. ഓരോ സഭകളായി കൊടുക്കുന്നെങ്കിൽ അത്രയും നല്ല കാര്യം തന്നെയാണ്, പുരോഗമനപരമായ തീരുമാനം തന്നെയാണ്. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ പീതാംബരൻ, താങ്കൾ എങ്ങനെയാണ് ഈ അഭിപ്രായത്തെ കാണുന്നത്? പള്ളിയിലൊക്കെ കയറാം, പ്രാർത്ഥന നടത്താം, പക്ഷേ മുൻവാതിലൂടെ സ്ത്രീകൾ കയറേണ്ട, അല്ല മറ മാറ്റി ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്ന് ഒരുമിച്ചിരിക്കേണ്ട എന്ന് പറയുന്ന നിയമത്തെ എന്താണ് പറയാനുള്ളത്? അതിപ്പോ പറയാനാണെങ്കിൽ ഇവിടെ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മതഗ്രന്ഥം, ഏറ്റവും നല്ലൊരു ഗ്രന്ഥമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ 1 ആയിട്ട് കാണുന്നത് ഖുറാനെയാണ്. ആ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പാകുന്നോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നമ്മുടെ ചില രാജ്യങ്ങളിലുള്ള ആളുകൾ മാത്രം വ്യത്യസ്തമായി കാണുന്നു. മതഗ്രന്ഥങ്ങൾ നല്ലതാണ്, അത് ഏറ്റവും നല്ലത്, എല്ലാ മതത്തെക്കാളും ഏറ്റവും നല്ലത് ഈ ഖുറാൻ തന്നെയാണ്. ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാം കറക്റ്റാണ്. അതാണ് ഇവിടെ വേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പൊ ചോറ് തിന്നാം, പക്ഷെ കൈകൊണ്ട് വാരി തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞ പോലെ ആഹാരം കഴിക്കാം, കൈകൊണ്ട് കഴിക്കരുത്. ഈ സ്ത്രീകളെന്നും അടുക്കളയിൽ തന്നെ ഇരുന്നാൽ മതിയോ? ഒരു ഫ്രണ്ട് വാതിൽ കൂടിയാലേ പള്ളിയിലേക്കുള്ള കവാടമൊന്നും ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് വാതിലാണ്. ആ കവാടത്തിലൂടെ കടന്നു പോകണം, എന്താ തെറ്റുള്ളത്? അത് ഇവിടുത്തെ പുരോഹിതന്മാരൊന്നും ചിന്തിക്കണമെന്നും ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ എടുത്ത് കോളാമ്പിയിലിടരുത് എന്നുമാണ് എനിക്ക് ഈ മതപുരോഹിതന്മാരോട് പറയാറുള്ളത്. സ്ത്രീകൾക്ക് എല്ലാ വീട്ടിലും സംവരണം കൊടുക്കണം, അവരെ കയറ്റാം. എല്ലാ രംഗത്തുമുള്ള സ്ത്രീകളല്ലേ ഇപ്പോൾ ഉള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഗ്രന്ഥത്തെ
കോളാമ്പീര് ഇടരുത്. ശരി, ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നും പ്രതികരിച്ചത്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ മതങ്ങളൊക്കെയും? താങ്കൾ അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു വിശ്വാസിയല്ല എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. താങ്കൾക്ക് തോന്നുന്നു, പക്ഷേ എല്ലാ മതങ്ങളും അവസാനം വരുമ്പോൾ സ്ത്രീ തുല്യതയൊക്കെ പറയും. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ സുപ്രധാന പദവികളിൽ അല്ലെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ സുപ്രധാന റോളുകളിൽ അവിടെ നിന്നെല്ലാം സ്ത്രീകളെ അകറ്റി നിർത്തുന്ന രീതി ഇവർക്കെല്ലാം ഇല്ലേ? അല്ല, അത് സകല മേഖലയിലും പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന സമൂഹം തന്നെയാണ് ഇത്, സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കിരൺ ബാബു, ഇപ്പോ ശബരിമല സ്ത്രീ പ്രവേശനത്തെ പറ്റി പറയാം. ഇപ്പോ ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ 98% സ്ത്രീകളും ഈ സ്ത്രീ പ്രവേശനത്തെ എതിർക്കുക. 98% ഹിന്ദുക്കളും. അല്ല, നമുക്ക് ഈ ശതമാനമൊന്നും കണക്കാക്കാൻ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇവിടെ ഒരു അങ്ങനെ ഒരു വോട്ടിങ്ങോ ഒന്നും നടത്തിയിട്ടില്ല. എത്ര പേര് എതിർക്കുന്നുണ്ട് എതിർക്കുന്നില്ല എന്നൊക്കെ നമ്മുടെ ഒരു ഊഹമാണ്. ഇത് ആർക്കാണ് ഇത്ര സൂക്കാട്? ഇങ്ങനെ നിർബന്ധപൂർവ്വം പെണ്ണുങ്ങളെ പിടിച്ച് കയറ്റി ചാകക്കട്ടി കയറ്റിക്കൊണ്ടുവന്ന് നിർബന്ധങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുപോലെ മുസ്ലിം പള്ളിയിൽ മുസ്ലിം ഇപ്പൊ ഞാൻ ഒരു സ്ത്രീയും പുരുഷനും ഒരു ഭാര്യയും ഭർത്താവും ഒരു പാകിസ്ഥാനും ഇന്ത്യയും പോലെ കാണുന്നതല്ല. ഇതെല്ലാം ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ആകെ അടിച്ചു വാരുന്ന കണ്ട് ഭാര്യ പറയോ നിങ്ങൾക്ക് വേറെ പണിയില്ല, ചൂല് വാങ്ങി നോക്കും. ഞാൻ ഇത് ആഗ്രഹിക്കുന്ന ആളെ എങ്ങനെ പെണ്ണുങ്ങളെ അലക്കാൻ സഹായിക്കാനോ അടിച്ചു വാരാൻ സഹായിക്കാനോ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ സ്ത്രീകൾ പറയുന്നത് അത് വേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് നമ്മളെപ്പോലത്തെ ആൾക്കാർ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്നൊക്കെ പറയാറില്ല. കാരണം ഞാൻ ഒരു മതത്തിലും പെടുന്ന ആളല്ല. ഇപ്പൊ ക്രിസ്ത്യാനിയുടെ ആരാധനത്തെ നമ്മൾ കണ്ട് പഠിക്കണം. കാരണം ഏതോനും ആ ആരാധനത്തെ കയറാം. ഈ ക്രിസ്ത്യൻ പള്ളിയിൽ ഹിന്ദുവും മുസ്ലിമിനും കയറി പോവാം. നേരെ മറിച്ച് ഇവിടെ ഹിന്ദുവിന്റെ അമ്പലത്തിൽ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ നേരത്തെ കയറി പോകാൻ പറ്റുമോ? ഇവിടെ മുസ്ലിമിന്റെ പള്ളിയിൽ ഒരു ഏതെങ്കിലും ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ കയറി ചെല്ലാൻ പറ്റുമോ? പറത്തേലിന്റെ മതകാരത്തെല്ലാം ഓനും പറയും. അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങള് ഈ പൊതുസമൂഹം ഇത് നമുക്കിതൊന്നും മൊത്തം നാട് നന്നാക്കാൻ ആർക്കും ആവില്ലാതെ. അപ്പൊ കുറെ ഏറെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐക്യത്തിലെ അല്ലാതെ നമ്മള് അങ്ങോട്ടും കണക്ക് പറഞ്ഞിട്ട് ഞാൻ പ്ലേറ്റല്ല, നീ അടിച്ചു വരണോ, നീ അലക്കണോ, അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് സ്ത്രീകളെ ഇങ്ങനത്തെ കാര്യത്തില് പൊതുസമൂഹം ഇടപെടാതെ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നത് സമാധാനത്തിൽ പോട്ടെ. അതിനാണ് ചൂട് കണ്ടുകൂടെ മൊത്തം മുടിയാൻ പോവുക. അതിനെന്തിനാണ് നമ്മൾ ഇതിനൊക്കെ മെനക്കെടുന്നത്? ഇനി നമ്മൾ ഈ ആഗോള താപനം തടയാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സുധീറാണ് തൃത്താലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുധീർ, ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ മുസ്ലിം വ്യക്തിഗത ബോർഡ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് കയറാം, ആരാധന നടത്താം, അതിൽ തടസ്സമൊന്നുമില്ല. പക്ഷേ പ്രധാന വാതിൽ വഴി പാടില്ല, ഈ മറ പാടില്ല, അല്ലെങ്കിൽ പുരുഷന്മാരുമായിട്ടുള്ള മറ പാടില്ല എന്നൊന്നും ആവശ്യപ്പെടരുത് എന്നുള്ളതാണ്. ഈ മതങ്ങളെല്ലാം എന്താണ് ഇങ്ങനെ സ്ത്രീകളെ അകറ്റി നിർത്തുന്നത്? അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, പുരുഷന്മാർക്ക് പ്രവേശിക്കാൻ പറ്റുന്നിടത്ത് സ്ത്രീകൾക്കും പ്രവേശിക്കാം, അതിനും കുഴപ്പമില്ല. ഇത് പഴയ കാലത്ത് ഓരോ ആചാരങ്ങൾ ഇവർ പറഞ്ഞിട്ട് ഇപ്പൊ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ട് പല വ്യാഖ്യാനങ്ങളാണ്. മതഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ടില്ല ഇവര് തന്നെ അതിന് ഓരോ വ്യാഖ്യാനം കൊടുക്കുക. പലരും പല വ്യാഖ്യാനം കൊടുക്കുന്നു. ആ എന്നൊരു ആചാരത്തിന്റെ പേര് പറഞ്ഞതാണ്. ഇപ്പൊ ഹിന്ദുവിലായിട്ടെ മുസ്ലിങ്ങളായിട്ട് ഇപ്പൊ ഹിന്ദുക്കളിൽ ഇപ്പൊ ശബരിമല പോകുന്നുണ്ട്. ഈ ശബരിമല അയ്യപ്പൻ ഇത് ഇവർ പോകുന്നത് ഒരു കുളിക്കാൻ പോയി 4 മണിക്ക് 3:45 നീക്കും. അതിന് എത്രയോ മണിക്കൂർ മുന്നേ അവിടുത്തെ സ്ത്രീകൾ നീക്കണം. സ്ത്രീകൾ നീക്കി അവിടെ ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. ഇവരെന്ത് നേരെ കുളിച്ച് വന്നിട്ട് കയ്യും കാലും കഴുകി കുളിച്ച് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. അവർക്കില്ല. അതിനാണ്ട് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് സ്ത്രീകളാണ് ഇവിടെ. അത് നോമ്പായാലും അതെ, അവര് ആ ടൈം മറ്റൊരു ആ ടൈമിൽ കുളിച്ച് കഴുകി ഇവിടെ വരുന്നു. സ്ത്രീകൾ എത്രയോ മണിക്കൂർ മുന്നേ അവർ നീറ്റിയതിന് ഒരുക്കങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഈ പുരുഷന്മാരുടെ കാട്ടിലും ത്യാഗം ചെയ്യുന്നത് സ്ത്രീകളാ. ഇവർ ഈ ആചാരത്തിന്റെ പേര് പറയുകയാണെങ്കിൽ ആ പുരുഷന്മാർ പോകേണ്ടടുത്ത് സ്ത്രീകൾക്ക് പറ്റുമെങ്കിൽ അവരെ കയറ്റണം. അതാണ് പിന്നെ പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നാണ്. ശ്രീ ഷാജി, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ സ്ത്രീകൾക്ക് ക്ഷേത്രങ്ങളിലായാലും ഇനി പള്ളികളിലായാലും അവിടെയെല്ലാം ഈ സ്ത്രീകൾക്ക് മേലിങ്ങനെ നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? സാറേ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾക്ക് ഇവിടെ ഒരു പള്ളിയുണ്ട്, പരുമല പള്ളി. സാറിന് ഓർമ്മയുണ്ടായിരിക്കും. അവിടെ ഒരു സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കാതിരുന്നിട്ടില്ല. എല്ലാ സ്ത്രീകളും എല്ലാ ജാതിയിൽപ്പെട്ടിട്ടുള്ളവരും അല്ലേ, ഓർമ്മയുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സ്ത്രീകളോട് കയറാതിരുന്നിട്ടുണ്ടോ? അവിടെ പള്ളിക്കകത്ത് കയറുന്നത് കൂടുതലും ഹിന്ദുക്കളാണ്. നിലവിളക്കിനകത്തൊന്ന് എണ്ണയെടുക്കുന്നതും അവിടെ ഉണ്ട്. പിന്നെ ബന്ധുക്കോസുകാരാണെങ്കിൽ ക്രിസ്ത്യൻസിന്റെ പള്ളി കയറാറില്ല. അവിടെ കൂടുതലും ബന്ധുക്കോസുകാരും ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതുപോലെ മലയാറ്റൂർ പള്ളി, പിന്നെ ചന്ദനപ്പള്ളി, പുതുപ്പള്ളി. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത പെരുന്നാൾ വരുവാ. ഇപ്പം മെയ് മാസം ആകുമ്പോൾ ഒരു ഗീവറുസാരുടെ ഒരു പെരുന്നാൾ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഹിന്ദുക്കൾ വരുന്നുണ്ട്.
ക്രിസ്ത്യൻസ് വരുന്നുണ്ട്, അവിടെ മുസ്ലിങ്ങൾ വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഗൾഫിലായ സമയത്ത് ഞാൻ പിന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പോലും ഞാൻ അവിടുത്തെ മുസ്ലിം പള്ളി പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പള്ളിയാണെങ്കിൽ ഞാനാണെങ്കിൽ UAE പിന്നെ റാസ് ഗെയിമിലാണ് ജോലി ചെയ്ത്. ആ സമയത്ത് 6 മാസം വരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അവിടെ പള്ളിയില്ലാഞ്ഞതിന് ഞാൻ ദുബായിലായിരുന്നു ദുഃഖ വെള്ളിയാഴ്ച പോയത്. അപ്പൊ അത്രയും കിലോമീറ്റർ എനിക്ക് പോകാൻ എനിക്ക് പറ്റാഞ്ഞതിന് അതിനുശേഷം തൊട്ടെല്ലാം ഞാൻ മുസ്ലിം പള്ളിയിലാണ് വന്ന് പ്രാർത്ഥിച്ചത്. ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയുടെ പള്ളി കയറിയാൽ മതിയോ? അങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ സ്ത്രീകൾക്കോ ഒരു കാരണവശാലും പള്ളി പോരുന്നോ അമ്പലത്തിൽ പോരുന്നോ ചെയ്യുന്നത് തെറ്റാണ്. പോകണം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ദൈവം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സ്ത്രീകളാരും പള്ളി കയറില്ലെന്ന്? ഉണ്ടോ? ഞാൻ പറഞ്ഞിട്ട് ഇതെല്ലാം ദൈവത്തിന്റെ പേരിൽ കാലാകാലങ്ങളായി എപ്പോഴും എല്ലാ മതങ്ങളെയും നിയന്ത്രിച്ചിരുന്നത് പുരുഷന്മാരാണ്, പുരോഹിത വർഗമാണ്. അവർ ഉണ്ടാക്കിയതല്ലേ ഇതെല്ലാം? അത് തന്നെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരുടെ വ്യാഖ്യാനങ്ങളാണ്. പല കാര്യങ്ങളും ഒരു കാലത്ത് എഴുതിയ കാര്യങ്ങളെ പലതരത്തിൽ ഓരോരുത്തർക്കും വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിച്ച് ഇങ്ങനെ ആക്കുന്നതല്ലേ? അത്രേ ഉള്ളൂ സാറേ. ഞാൻ 100% അതിൽ ഉറപ്പാ. യാതൊരു സംശയമില്ല. എല്ലാ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം എല്ലാവരും ആരും മോശക്കാരൊന്നുമല്ല. എല്ലാവരും നല്ലവർ തന്നെ. എല്ലാ പള്ളിയിലും പോയിരിക്കണം, പോകണം തന്നെയാണ് ഞാൻ പറയുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന് പ്രതിനിധി. ശരത്താണ് ബാലരാമപുരത്ത് നിന്ന്. ശരത്തിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ നമ്മളിപ്പോ പ്രധാനമായിട്ട് ചെയ്യുന്നത് ചെരുപ്പ് നമ്മൾ പുറത്ത് ഇട്ടിട്ട് നമ്മൾ കൈ കാലുമെല്ലാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് നമ്മൾ അകത്ത് പോകുന്നത്. അപ്പൊ ആ വിശുദ്ധിയാണ് അവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ നമുക്ക് ഈ വെട്ടുകാട് പള്ളി, അതേപോലെ തന്നെ ബീവാ പള്ളിയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ മതവിശ്വാസികളും പോകുന്നുണ്ട്. പിന്നെ ദൈവത്തിൽ ആരാധിക്കുന്നതും വിശ്വസിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. പിന്നെ കാലങ്ങൾ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പണ്ട് സതി എന്ന് പറയുന്ന ഒരു നിയമം ഹിന്ദു വിഭാഗത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. സതി എന്നുള്ള നിയമം അത് മാറി, അതെല്ലാം നിർത്തലാക്കി. അപ്പൊ കാലാകാലങ്ങൾ കഴിയുമ്പോൾ ഇപ്പൊ പള്ളിയിൽ പ്രവേശനം പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ലേ. കാരണം ഇത്രയും നാള് പള്ളികൾ പ്രവേശനമില്ലായിരുന്നു. ഇപ്പോ കാലമനുസരിച്ച് മാറണം എന്നൊരു ചിന്താഗതി വന്നപ്പോ അതിലൊരു മാറ്റം പറ്റി. അതേപോലെ തന്നെ ഉത്സവങ്ങൾ, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അവർ ഉത്സവങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാവർക്കും ഒരേപോലെ തന്നെ, അതിനൊന്നും ഒരു വ്യത്യാസമില്ല. കൊടിയുയർത്തുന്നു ഉത്സവം. അതേപോലെ നേർച്ചപ്പെട്ടികൾ, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ നേർച്ചപ്പെട്ടി ഒരേപോലെ വെച്ചിട്ടുണ്ട് പൈസ ഇടുന്നതിന് വേണ്ടി. അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ മെഴുകുതിരി കത്തിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട്, ഹിന്ദുക്കൾ വിളക്ക് കത്തിക്കുന്നുണ്ട്. മതങ്ങൾക്കും പുരോഹിതന്മാർക്കും ഒന്നും പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. അത് എല്ലാവർക്കും അക്കാര്യത്തിൽ ഏക അഭിപ്രായമാണ്. അതാണ് പറഞ്ഞത്. പണം 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 പണത്തിന് വേണ്ടിയുള്ള ഇത് ആചാരം സംരക്ഷിക്കുന്നതൊക്കെ പണം തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനകത്ത് തട്ടിമുട്ടി നിന്ന് കഴിഞ്ഞാൽ അവർക്കും കൂടെ നിൽക്കുന്നവർക്ക് കുറച്ച് സാമ്പത്തിക സ്ഥിതി കിട്ടും. ഇല്ല എന്നൊന്നും പറയുന്നില്ല. എല്ലാവരും പണം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ നമ്മൾ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാർ ആചാരം സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങുന്നുണ്ട്. ഹിന്ദു ഞാൻ ഒരിക്കലും അതിനെ നിഷേധിക്കുന്നില്ല. കാരണം നമുക്ക് മുമ്പ് നടന്നുപോയ പലരും നമുക്ക് തന്ന ഒരു പൈതൃകമാണ് ആചാരം. അത് സംരക്ഷിക്കണം. പക്ഷെ എന്ന് കരുതി അത് പിന്നെ പണത്തിന് വേണ്ടി ആരും ഒഴിഞ്ഞു മാറി ആചാരം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അങ്ങനെ ഏതെങ്കിലും നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന ഒന്നുമല്ല. ആചാരങ്ങളൊക്കെ മാറി എല്ലാ മതത്തിൻ്റെയും ആചാരങ്ങൾ, ഒരുപാട് ദുരാചാരങ്ങൾ മാറ്റിയാണ് നമ്മൾ ഇന്നീ കാണുന്ന നിലയിലൊക്കെ എല്ലാ മതങ്ങളും എത്തിയത്. ദുരാചാരങ്ങൾക്ക് ഒരു മതത്തിലും ഒരു ഒട്ടും കുറവുണ്ടായിരുന്ന കാലമായിരുന്നില്ല മുമ്പ്. താങ്കളുടെ സ്ഥലം ഓച്ചിറയാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ തന്നെ പരബ്രഹ്മം ഒരുക്കുന്ന ക്ഷേത്രമുണ്ട്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരം മൂർത്തി ഓച്ചിറയിൽ എന്ന് പറഞ്ഞ പോലെ ആ ക്ഷേത്രം ഞാൻ മുമ്പ് എന്റെ ചെറിയ പ്രായത്തിൽ വന്നിട്ടുണ്ട്. അവിടെ അമ്പലമില്ല. പക്ഷെ അവിടെ ഈ കാളകളെ ഇതൊക്കെ അങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമല്ലേ അവിടെ അങ്ങനെ? അതെ ശ്രീ ശരത്, അത് കേരളത്തിന്റെ തന്നെ അത്യപൂർവമായ ഒരു ആരാധനാലയമാണ് ഈ ഓച്ചിറ ക്ഷേത്രം എന്ന് പറയുന്നത്. കേരളത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ക്ഷേത്രങ്ങളിൽ കയറ്റാതെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലത്ത് പോലും എല്ലാ ജാതി വിഭാഗങ്ങൾക്കും കയറാനും പ്രാർത്ഥന നടത്താനും, അവിടെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ ആ തരത്തിലേക്കുള്ള ഏതെങ്കിലും ഒരു ആളുകളല്ല അവിടെ പൂജ നടത്തുന്നത് പോലും. അവിടെ എല്ലാവർക്കും എല്ലാ കാലത്തും കയറാമായിരുന്നു. അവിടെ നേരത്തെ തന്നെ കഞ്ഞി കൊടുക്കുക, പാവങ്ങൾക്കായ ആളുകൾക്ക്, അഗതികൾക്ക് കഞ്ഞി കൊടുത്ത് ആ തരത്തിലേക്ക് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു സങ്കല്പം പുലർത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണത്. അതിനെ മറ്റു ക്ഷേത്രങ്ങളുമായി താരതമ്യപ്പെടുത്താനും കഴിയില്ല.
അതേപോലെ തന്നെ നമ്മൾ ആചാരങ്ങൾ പറയുമ്പോൾ ഞാൻ ചെറിയ പ്രായത്തിലാണ് അവിടെ വന്നിട്ടുള്ളത്. 7 സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് വന്നിട്ടുള്ളത്, അതിനുശേഷം വന്നിട്ടില്ല. പിന്നെ നമ്മൾ പട്ടിയെ ആരാധിക്കുന്ന, പട്ടി ദൈവമായിട്ട് സങ്കല്പിക്കുന്ന ആരാധിക്കുന്നത് കണ്ണൂർ ഒരു ക്ഷേത്രമുണ്ട്. അപ്പം ഓരോരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. നമ്മൾ അതിനെയെല്ലാം പിന്നെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ഇല്ലാതാവുമല്ലോ. നമ്മൾ ഒരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ ശ്രീ ചന്ദ്രശേഖരനാണ്, കോഴിക്കോട് നിന്നാണ്. ശ്രീ ചന്ദ്രശേഖരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പള്ളിയിൽ മുസ്ലിം സ്ത്രീകൾക്ക് കയറാം, പ്രാർത്ഥന നടത്താം, പക്ഷേ പ്രധാന വാതിൽ വഴി കയറരുത്, അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടത്. ഇതായിരുന്നു മുസ്ലിം വ്യക്തി നിയമ ബോർഡിൻ്റെ സുപ്രീം കോടതിക്ക് മുന്നിൽ അവർ വെച്ച നിലപാട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനൊന്നുമില്ല സാർ. ഞാൻ ഒരു ചോദ്യം ചോദിക്കണം സാറിനോട്. സാർ, നമ്മളെ ഈ ഗവൺമെന്റ് അതിനൊന്നും ഒരു ഉത്തരവൊന്നും പറയുന്നില്ലല്ലോ സാറേ. ഇപ്പോൾ എല്ലാവർക്കും പറയേണ്ടി വരും. ഇതിൽ കക്ഷിയായിരുന്ന സർക്കാരിനും എല്ലാവർക്കും പറയേണ്ടി വരും. ഇവര് നമ്മളെ ശബരിമല വിഷയത്തിൽ അവര് ഭയങ്കര മുൻകൈ എടുത്തവരല്ലേ. ഇപ്പോൾ ഈ അതേ സർക്കാർ തന്നെ ഇപ്പോൾ മലക്കം പറഞ്ഞില്ലേ? അതെ, ഇപ്പൊ അവരെന്ത് ഇതിനൊന്നും ഒന്നും ഇല്ല, അവരൊന്നും പറയുന്നില്ലല്ലോ. ഒന്നും അതിന് ഇപ്പൊ അവർക്ക് പറഞ്ഞൂടെ പോണമെന്ന്, പെണ്ണുങ്ങൾ കയറണമെന്ന് പറയാ, എന്താ എന്തുകൊണ്ട് പറയുന്നില്ല? ശ്രീ ചന്ദ്രശേഖരൻ, താങ്കളുടെ ചോദ്യത്തിന് ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഈ ശബരിമല വിഷയത്തിൽ സർക്കാർ നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് അവരിപ്പോൾ മലക്കം പറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ അവർ കക്ഷിയുമാണ്. ഇതിൽ കേരള സർക്കാർ ഏതെങ്കിലും തരത്തിൽ കക്ഷിയല്ല. കേന്ദ്ര സർക്കാർ സ്വാഭാവികമായി ഈ വിഷയത്തിലെല്ലാം അഭിപ്രായം പറയേണ്ടി വരും. അവർ അഭിപ്രായം പറയുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അല്ല, എനിക്ക് അത്രേ പറയാനുള്ളത്. അവർക്ക് അത്രയും പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ കേരള സർക്കാർ അഭിപ്രായം പറയേണ്ട വിഷയമല്ലല്ലോ ഇത്. ഇങ്ങനത്തെ പ്രശ്നമൊന്നും വരുമ്പോൾ അവർക്ക് ഒരു പ്രശ്നമില്ല. ഇങ്ങനത്തെ പ്രശ്നം വെറുതെ കയറി കോടതിയിൽ അഭിപ്രായം പറയാൻ കഴിയുമോ? കോടതിയിൽ അവർക്ക് അഭിപ്രായം പറയേണ്ട വിഷയം കേരളവുമായി ബന്ധപ്പെട്ട ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സ്വാഭാവികമായും സർക്കാരിന് വേണ്ടി ദേവസ്വം ബോർഡിനൊക്കെ അഭിപ്രായം പറയേണ്ടി വരും. അത് അഭിപ്രായം അവർക്ക് അവിടെ ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞേ പറ്റൂ. ഈ വിഷയത്തിൽ കേരള സർക്കാർ അഭിപ്രായം പറയണമെന്ന് കോടതി ആവശ്യപ്പെടാതെ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? അല്ല സാറേ, ഇതേ മുസ്ലിം സ്ത്രീ അടക്കം അന്ന് വനിതാ മതിലിന് വന്നവരാണ്. എങ്ങനെയാണ്? അന്ന് വനിതാ മതിലിനെ മുസ്ലിം സ്ത്രീകളടക്കം വന്നവരാണ്. വനിതാ മതിലിന് മുസ്ലിം സ്ത്രീകൾ വരുന്നത് നല്ലതല്ലേ? മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും വന്നവരാണ്. അവർ മുസ്ലിം സ്ത്രീകൾക്ക് അവർക്ക് തന്നെ പറഞ്ഞുകൂടെ ഞങ്ങൾക്ക് പള്ളിയിൽ പോകണമെന്ന് അവർക്ക് എന്താ അല്ല, അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ടല്ലേ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ കേസ് വന്നത്? അതെയാണല്ലേ? ആയിക്കോട്ടെ. അല്ല, ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. താങ്കൾ പറഞ്ഞോളൂ, താങ്കളുടെ മനസ്സിലിരിക്കുന്നത് പറഞ്ഞോളൂ. അല്ല, മനസ്സിലൊന്നുമില്ല. ശ്രീ ചന്ദ്രശേഖരൻ, മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ഇനി ഈ മതത്തിലൊന്നും വിശ്വസിക്കാത്ത ആളായാലും അവർക്കെല്ലാവർക്കും ഒരു ക്ഷേത്രത്തിലോ പള്ളിയിലോ സ്ത്രീകൾ കയറണോ കയറണ്ടായോ എന്ന വിഷയത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. അല്ലാതെ മുസ്ലിം മാത്രമേ പള്ളിയിൽ കയറുന്ന കാര്യത്തിൽ അഭിപ്രായം പറയാവൂ എന്നും ഹിന്ദു മാത്രമേ ക്ഷേത്രത്തിൽ കയറുന്ന കാര്യത്തിൽ അഭിപ്രായം പറയാവൂ എന്നില്ല. ഈ കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലെ കേരളത്തിലെ വലിയ അനാചാരങ്ങളൊക്കെ നിർത്താൻ നേതൃത്വം നൽകിയ വലിയ നവോത്ഥാന നായകന്മാരിൽ പലരും അവിശ്വാസികളായ ആളുകളായിരുന്നു, നിരീശ്വരവാദികളായിരുന്നു. അവരൊക്കെ എടുത്ത ഒരു പാതയിലൂടെയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. അവിടെ നിന്നുകൊണ്ട് മുസ്ലിങ്ങൾ എന്തിനാണ് നവോത്ഥാനം അതിൽ വന്നു നിന്നതെന്ന് ചോദിക്കല്ലോ. മുസ്ലിമിൽ തന്നെ യാഥാസ്ഥികമായി ചിന്തിക്കുന്നവരും പുരോഗമനപരമായി ചിന്തിക്കുന്നവരും ഉണ്ട്. അത് തന്നെ എല്ലാ മതത്തിലും ഉണ്ട്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു, അവർക്ക് അതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പൊ പള്ളിയിലെ കാര്യം വരുമ്പോൾ അവർക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. പെണ്ണുങ്ങളൊന്നും സംസാരിക്കുന്നതും കാണുന്നില്ല, ഒന്നും പറയുന്നതും കാണുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ശരി, കേരളവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത്തരം വിഷയത്തിലൊക്കെ സംസാരിക്കുന്ന മുസ്ലിം സ്ത്രീകളും കേരളത്തിലും അടക്കം ഉണ്ട്. അങ്ങനെ അത് എല്ലാ മതത്തിലും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ. പുരോഗമനവാദികളും എല്ലാ മതത്തിലുമുണ്ട്, യാഥാസ്ഥികവാദികളും എല്ലാ മതത്തിലുമുണ്ട്. അതിനകത്ത് അങ്ങനെ മതത്തിൻ്റെതായ വലിയ വ്യത്യാസമൊന്നുമില്ല. ചന്ദ്രശേഖരൻ, ശരി. ശ്രീ ദിനേശനാണ് കോഴിക്കോട്. ശ്രീ ദിനേശൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ ദിനേശൻ, താങ്കൾ പറയുന്നത് കേൾക്ക് വ്യക്തമാകുന്നില്ല. ശ്രീ ദിനേശൻ, ഒന്നുകൂടെ പറയുമോ? ദിനേശന്റെ ടെലിഫോൺ വന്ന് തടസ്സം. ശരത്താണ് ബാലരാമപുരത്ത് നിന്ന്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ക്ഷമിക്കണം, ശരത്തല്ല, ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് പറയാം, പറഞ്ഞോളൂ. ആലയങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ ആരാധനകളും അവിടുത്തെ നിയമങ്ങളും എല്ലാം മനുഷ്യ സൃഷ്ടിയാണ്. ഉദാഹരണമാണ് എന്റെ കാര്യം തന്നെ പറയാം. ക്ഷേത്രത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഭഗവാന് പൂവും നീരും വെളിച്ചവും മാത്രമാണ് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ളത്. പൂർവികന്മാരായിട്ടും തന്ത്രിമാരായിട്ടും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്തെല്ലാം സാറേ നടക്കുന്നു? ആന, അമ്പാരി, സ്വർണം പൂശല്, കൊടിമരം, നാലമ്പലം, കല്യാണ മണ്ഡപം എന്ന് വേണ്ട ഈ രീതികളെ ഇതെല്ലാം മനുഷ്യ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ പോലെ ഈ മുസ്ലിം പള്ളിയിൽ അവരെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കുന്നത് എന്താണ്? അത് അവരുടെ അവിടെ ഉള്ളവരുടെ മനുഷ്യന്റെ ഒരു രീതിയാണ് സാർ. എനിക്കിതേ പറയാനുള്ളൂ സാർ. ശരി, താങ്കളുടെ അഭിപ്രായം ആ വിഷയത്തിൽ വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. നിരവധി പേർ യൂട്യൂബിലും കമൻറ്റുകൾ വന്നിരിക്കുന്നു. ഗോളാന്തര യാത്ര പറയുന്നു. ഗോളാന്തര യാത്രയ്ക്ക് എപ്പോഴും ഇങ്ങനെയാണ്, അദ്ദേഹം എപ്പോഴും വർഗീയമായ ഒരു ആംഗിളിൽ നിന്നാണ് ചിന്തിക്കുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത് കാക്കാമാരും സുഡാപ്പിമാരുമാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഏത് വിഷയത്തിലും ശ്രീ ഗോളാന്തര വാർത്ത, താങ്കൾ മനുഷ്യരെ പോലെ ചിന്തിക്കൂ എന്ന് മാത്രമേ എനിക്ക് മറുപടി പറയാനുള്ളൂ. എല്ലാ മതത്തിൽപ്പെട്ടവരും, അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ക്രൈസ്തവനോ ഇനി മറ്റേതെങ്കിലും മതമൊക്കെ ആയിക്കോട്ടെ, എല്ലാ മതത്തിലും കടുത്ത യാഥാസ്ഥികന്മാരായ പുരുഷ കേന്ദ്രീകൃതമായ പുരോഹിത വർഗത്തിൻ്റെ എല്ലാവിധ വൃത്തികേടുകളും പേറുന്ന മനുഷ്യരുമുണ്ട്. പുരോഗമനപരമായി ചിന്തിക്കുന്ന, കാലത്തിനനുസരിച്ച് മാറണം, മതങ്ങളും മാറണം എന്ന തരത്തിൽ ചിന്തിക്കുന്ന മനുഷ്യരുമുണ്ട്. അങ്ങനെ കാലത്തിനനുസരിച്ച് മാറണം എന്ന് പറയുന്ന മനുഷ്യർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ അവകാശങ്ങളും എല്ലാവിധ അധികാരങ്ങളും ഒക്കെ നേടിയെടുത്തത്. അല്ലാതെ എല്ലാം പിടിച്ചു വെക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന യാഥാസ്ഥികരല്ല. അതിന് ഏത് മതമായിക്കോട്ടെ. അതിന് ഈ വിഷയത്തിൽ കാക്കാമാരെന്ന് എന്നുള്ളൊരു താങ്കളുടെ ഉദ്ദേശം അങ്ങനെ പറയുന്നത് തന്നെ ശരിയല്ല. ആ തരത്തിലേക്ക് താങ്കളുടെ ചിന്ത ശരിയല്ല. ഈ ചിന്ത ഇനിയെങ്കിലും നന്നാക്കൂ എന്നുമാണ് എനിക്ക് ഗോളാന്തര യാത്രയോട് പറയാനുള്ളത്. താങ്കൾ അങ്ങനെ പറയൂ എന്നുകൂടി എനിക്ക് ബോധ്യമുണ്ട്, സ്ഥിരമായി ഇത് താങ്കളുടെ കമൻറ്റ് വായിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക്. ശബരിമല വിഷയത്തിൽ ആർക്കും അഭിപ്രായം പറയാം, പക്ഷേ പള്ളിക്കാരും ഞങ്ങൾ തീരുമാനിച്ചോളാം. മുരളിയാണ് പറയുന്നത്. മുരളി, പള്ളിക്കാരെയും അങ്ങനെ സ്വന്തമായി പള്ളിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി ഇപ്പോൾ കേസ് എടുക്കുന്നതും 9 അംഗ ഭരണഘടനാ ബെഞ്ച് ഇത് പരിഗണിക്കുന്നതും. അല്ലാതെ ആ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നല്ലല്ലോ ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. അതിൻ്റെ പേരിൽ ശബരിമലയിൽ കയറാനാണ് ചർച്ച എന്ന് സുനിൽകുമാർ പറയുന്നു. സുനിൽകുമാറിൻ്റെ അഭിപ്രായത്തോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. ശബരിമലയായാലും പള്ളിയായാലും എല്ലാം ഒരു വിഭാഗത്തിന് അങ്ങനെ ഒരു അഭിപ്രായം, മറുവിഭാഗത്തിന് മറിച്ചൊരു അഭിപ്രായമുണ്ട്. അത്തരം അഭിപ്രായങ്ങളൊക്കെ കേട്ട് സുപ്രീം കോടതി എന്തായാലും അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കും. ഈ യാഥാസ്ഥ്യരെല്ലാം ഒന്നിച്ചാണെന്ന് ആലോചിക്കണം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോഴും മുസ്ലിം മതത്തിലെയും ക്രിസ്ത്യൻ മതത്തിലെയും യാഥാസ്ഥ്യരായ ആളുകളെല്ലാം അതിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വന്ന ആളുകളാണ്. എല്ലാ മതത്തിലെയും പുരോഗമനപരമായി ചിന്തിക്കുന്ന മനുഷ്യർ മറിച്ച് നിലപാട് സ്വീകരിക്കും. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. സ്ത്രീകളോട് വിവേചനം കാണിക്കുന്നതിനാണ് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമല്ല ഭരണഘടനയിലുള്ളത്, അത് മാറേണ്ട സമയം കഴിഞ്ഞുവെന്ന് സുനിമോൾ പറയുന്നു. ഗോളാന്തര യാത്രയ്ക്ക് തീരെ സഹിക്കുന്നില്ല അദ്ദേഹത്തിന്. ഇന്ത്യയിലൊന്നും അല്ല നിൽക്കുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് സഹിക്കുന്നില്ല. സുനിലെ ഇന്ന് കാക്കമാരെയും താത്തമാരെയും കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയ ആശങ്ക. എന്തായാലും കൊള്ളാം, ഈ മനസ്സിച്ചിരൂടിയൊക്കെ ഒന്ന് നന്നാക്കിയാൽ മനസ്സ് നമുക്ക് കൂടി കുറച്ച് സന്തോഷമൊക്കെ കിട്ടും. ഇബ്രാഹിം കുട്ടി പറയുന്നു, മുസ്ലിം നിയമപ്രകാരം മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ വരികയും പുരുഷന്മാരെ പോലെ തന്നെ നമസ്കാരം നിർവഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഒരമ്പലത്തിലും വിലക്കില്ല, ശബരിമലയിൽ പ്രായപരിധി മാത്രം, അത് ആചാരത്തിൻ്റെ ഭാഗം മാത്രം എന്ന് പറയുന്നു. അത് സുനിൽകുമാറാണ്. വളരെ മോശപ്പെട്ടൊരു കമൻറ്റ് കൂടി ഗോളാന്തര യാത്ര എഴുതിയിരിക്കുന്നത്. അതെന്തായാലും തൽക്കാലം വായിക്കുന്നില്ല ഞാൻ. മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും സമൂഹത്തിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ അവർ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്ന് ഇബ്രാഹിം കുട്ടി പറയുന്നു. വീണ്ടുമൊക്കെ എന്തായാലും നല്ലൊരു കാര്യം കൂടി ഗോളാന്തര യാത്ര എഴുതിയിരിക്കുന്നു. ചില മോശപ്പെട്ട കാര്യങ്ങളുടെ ഇടയിൽ ആരും അങ്ങനെ പൂർണ്ണമായും മോശക്കാരും നല്ല ആളുകളും അല്ലല്ലോ. അതുകൊണ്ട് ദൈവത്തെ കാണാൻ പോകുന്നതിൽ സ്ത്രീയെന്നോ പുരുഷനെന്നുള്ള വിവേചനം എന്തിനാണ്? അവിടെ കുടുംബസമേതം പോയി പ്രാർത്ഥിക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ ഗോളാന്തര വാർത്ത ചോദിക്കുന്നു. ഗോളാന്തര വാർത്തയ്ക്ക് എല്ലാ ആരാധനാലയങ്ങളുടെയും കാര്യത്തിൽ അതാ നിലപാട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം. പിന്നീടും കുറേ ഇതുമായി ബന്ധപ്പെട്ട കൃഷ്ണൻകുട്ടി മണിമലയെക്കുറിച്ചുള്ള ചർച്ചകളാണ് കുറേ ആളുകളൊക്കെ. അദ്ദേഹം 4:45 ആകുമ്പോഴാണ് വിളിക്കുന്നത്. അങ്ങോട്ട് വിളിച്ച് പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതെന്ന് ഒരു ന്യൂസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ പൊതുവേദി ആരെയും അങ്ങോട്ട് വിളിക്കാറില്ല. ഇങ്ങോട്ട് വിളിക്കുന്നവർ തന്നെയാണ് പൊതുവേദിയിലുള്ള എല്ലാവരും. ഇങ്ങോട്ട് വിളിക്കുന്ന എല്ലാവർക്കും കിട്ടാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അത്രയേറെ ആളുകൾ എല്ലാവരുടെയും ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള സമയം നമുക്കില്ല. ആചാരങ്ങൾ കാലത്തിനും സംസ്കാരത്തിനും യുക്തിക്കും നിരക്കുന്ന രീതിയിൽ മാറ്റം വരണം എന്ന് അജിത് കുമാർ മാറോളി ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും അത്തരം കുറേയേറെ അഭിപ്രായങ്ങൾ കൂടി ഈ വിഷയത്തിലൊക്കെ കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇതിലേക്ക് തന്നെ മടങ്ങി വരാം.
തമ്മിലുള്ള കേസ് ശബരിമല സ്ത്രീ പ്രവേശനവും പള്ളികളിലെ സ്ത്രീ പ്രവേശനവും ഒക്കെയായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അവിടെ മുസ്ലിം വ്യക്തിഗത നിയമ ബോർഡ് ഇന്ന് നൽകിയ ഒരു സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയ നിലപാട്, പള്ളികളിൽ ആരാധനയ്ക്ക് സ്ത്രീകൾക്ക് കയറാം, പക്ഷേ പ്രധാന വാതിൽ വഴി കയറരുത്, അവിടെ ഒരുമിച്ചിരുന്നുള്ള ആരാധന കഴിയില്ല, അവിടെ ഇടയ്ക്ക് മറ പാടില്ല എന്ന് പറയരുത് എന്നുള്ളതാണ്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ ലത്തീഫാണ് പട്ടാമ്പിയിൽ നിന്നും. ശ്രീ ലത്തീഫ്, ഇത്തരം വിവേചനം, സ്ത്രീകളുള്ള വിവേചനം മാറ്റേണ്ട കാലം ആയില്ലേ? മൊത്തത്തില് വിവേചനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ. കാരണം ഡോക്ടർമാർ വിവേചനം നടത്തുന്നത്, പിന്നെ നമ്മൾ ഏത് ഭാഗത്ത് പോയാലും വിവേചനം. ഇപ്പോ ഡോക്ടർമാർ നടത്തുന്ന വിവേചനം എന്താ വെച്ചാല്, വയറുവേദനക്ക് പോയാല് പല്ലുവേദനയുടെ ഗുളിക തന്നിട്ട് കാര്യമില്ലല്ലോ, അത് വിവേചനല്ലേ? ശരിക്ക് ഒറ്റ ഗുളിക കൊടുത്താൽ മതി. ഇസ്ലാം മതത്തില് അവർക്ക് അവരുടേതായ നിയമങ്ങളും കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ വിവേചനം എന്നല്ല, അത് ആ മതം പഠിപ്പിച്ച കാര്യങ്ങളല്ല അവർ ചെയ്യേണ്ടത്. ആണോ? ശ്രീ ലത്തീഫ്, ഹലോ, ഇസ്ലാം മതത്തിൽ തന്നെ സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശനം അനുവദിക്കുന്ന വിഭാഗങ്ങളും ഇല്ലേ? അങ്ങനെ ചില ആളുകള് ചില കാലഘട്ടങ്ങളിൽ ഓരോ വിഭാഗം വരും. ആ വിഭാഗത്തിന് അതാണ് ശരി എന്ന് നിശ്ചയിച്ചു പോണതല്ലല്ലോ ഇസ്ലാം മതം. ഇസ്ലാം മതത്തിൽ തന്നെ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടില്ലേ, സ്ത്രീകൾക്ക് ആരാധന നടത്താനുള്ള അവകാശത്തെ, പള്ളിയിൽ വരാനുള്ള അവകാശത്തെ നിഷേധിക്കരുതെന്ന്. പിന്നെ പട്ടാമ്പിക്ക് വണ്ടി ബസ് കയറുന്നതിനെ കോഴിക്കോട്ടേക്കുള്ള ബസ്സിൽ കയറിയിട്ട് ഇത് പട്ടാമ്പിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു, എങ്ങനെ സ്ത്രീകൾക്ക് വ്യാഖ്യാനിക്കുന്നല്ലേ ലത്തീഫ്? അല്ല, അത് വ്യാഖ്യാനമല്ലല്ലോ, ഇസ്ലാം പഠിപ്പിച്ചത് അതാണല്ലോ. ഞാനതാ ചോദിച്ചത്, ഇസ്ലാം പഠിപ്പിച്ച ഇതിൽ തന്നെ സ്ത്രീകൾക്ക് ആരാധനയ്ക്ക് അനുവദിക്കുന്ന വിഭാഗങ്ങളും അനുവദിക്കാത്ത വിഭാഗങ്ങളും ഇല്ലേ? അപ്പോൾ എല്ലാവരും ഒരേ വേദപുസ്തകം തന്നെയല്ലേ പിന്തുടരുന്നത്? അല്ല, രണ്ട് പള്ളിയില് ഒരേ വേദപുസ്തകമാണ് എല്ലാവരും കൈകാര്യം ചെയ്യുന്നത്, ഖുർആൻ തന്നെയാണ്. പക്ഷെ അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഓരോ ആളുകൾക്ക് കാലഘട്ടത്തിന് അനുസൃതമായിട്ട് ഓരോന്നും മാറ്റിയെടുക്കുന്നത്. ഇപ്പൊ സ്ത്രീകൾക്ക് ഇസ്ലാം മതത്തിൽ എന്നാൽ നാളെ ഈ ആളുകള് കോടതി പോട്ടെ, ഇസ്ലാം മതത്തില് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് ഇസ്ലാം മതത്തില് എല്ലാ ഇതും കൊടുത്തിട്ടുള്ളത്. ഉന്നമനത്തിൽ ഏറ്റവും മുൻപന്തിയില് സ്ത്രീകളാ. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗം എന്നാ പഠിപ്പിച്ചത്. നാളെ കോടതി പോയിട്ട് ലത്തീഫ്, അത് എല്ലാ മതങ്ങളുടെയും ഒരു പൊതു സ്വഭാവം അങ്ങനെയാണ്. മതങ്ങൾ ഈ സ്ത്രീകളെ അങ്ങ് മഹത്വവൽക്കരിച്ച് അവർക്ക് ഉള്ള സ്വാതന്ത്ര്യമെല്ലാം, ഇപ്പൊ ഇസ്ലാം മതമോ അല്ല എല്ലാ മതത്തിലും, നിങ്ങളുടെ ഇസ്ലാം മതത്തിന്റെ കാര്യം താങ്കൾ പറഞ്ഞുകൊണ്ട് ചോദിക്കാം, ഇസ്ലാം മതത്തിലായാലും ഈ പറയുന്നത് പോലെ മഹാഭൂരിപക്ഷം പേരും പിന്തുടരുന്ന രീതികളിൽ സ്ത്രീകൾക്ക് തുല്യമായ പ്രാധാന്യമില്ല. ഏതെങ്കിലും പുരോഹിതന്മാരായി സ്ത്രീകൾക്ക് അനുമതിയുണ്ടോ? സ്ത്രീകളാണോ കേരളത്തിലടക്കം ഭൂരിപക്ഷം എടുത്താൽ പുരോഹിതന്മാരിൽ പകുതി പേരുടെ 4-1 10-1 ഉണ്ടോ? സ്ത്രീകൾക്ക് ഇസ്ലാം മതത്തിൽ ആരെ പറഞ്ഞത് തുല്യനീതി ഇല്ലാന്ന്? ഞാൻ മതത്തിന്റെ നീതിയുടെ കാര്യമല്ല പറഞ്ഞത്, അത് നടപ്പാക്കുന്ന ആളുകൾ സ്ത്രീകൾക്ക് തുല്യനീതി നൽകിയിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഏതല്ലാത്തത്? അതാ ഞാൻ ചോദിച്ചത്. എങ്കിൽ കേരളത്തിലെ മുസ്ലിം പള്ളികളിലൊക്കെ അവിടുത്തെ പുരോഹിതന്മാരായി നിൽക്കുന്നവരിൽ പകുതി വേണ്ട, ഒരു 10-1 സ്ത്രീകളുണ്ടോ? അതായത് ഇസ്ലാമിന്റെ കേരളത്തിൽ മാത്രമല്ല ഇപ്പോഴും സ്ത്രീകളുടെ കൂടെ സ്റ്റേജിൽ കയറാത്ത വലിയ നേതാക്കന്മാരില്ലേ ഈ മതവുമായി ബന്ധപ്പെട്ട്? അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെന്നേ. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീകളുമായി സ്റ്റേജ് പങ്കിടരുത് എന്ന് പഠിപ്പിച്ചാണോ? അങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത്? അല്ല, ഞാൻ ചോദിക്കട്ടെ എന്നാ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഈ കുറെ യുദ്ധങ്ങൾ നടന്നു. എല്ലാ യുദ്ധത്തിനും മുഴുവൻ സ്ത്രീകളും യുദ്ധത്തിന് പോകാൻ ബദ്ർ നടന്നു, ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ ശ്രീ ലത്തീഫ്? അന്നത്തെ സ്ത്രീകളാണോ ഇന്നത്തെ സ്ത്രീകൾ? അന്ന് സ്ത്രീകളാരും തൊഴിലെടുക്കാൻ വേണ്ടി പുറത്തു പോയിരുന്നില്ല. പുരുഷന്മാരായിരുന്നു കൃഷി എടുത്തിരുന്നതും വേട്ടയാടാൻ പോയതും അല്ലെങ്കിൽ മറ്റു ജോലികൾക്ക് പോയിരുന്നതൊക്കെ പുരുഷന്മാരായിരുന്നു. ഇന്ന് അങ്ങനെയാണോ? സ്ത്രീക്കും പുരുഷനും തുല്യമായ അവകാശവും തുല്യമായ നീതിയും തുല്യമായ വേതനവും അല്ലേ ഉള്ളത്? അല്ല, ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ വിവേചനത്തിന്റെ പ്രശ്നം കൊണ്ട് നേരം വിളക്കുമ്പോ തുണി മാറ്റിയെടുക്കുന്ന പോലെ മാറ്റിയെടുക്കാൻ പറ്റിയതല്ല ഇസ്ലാമിന്റേതായ രീതിയിൽ ഖുർആനും
ഹദീസുകളും എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും തുല്യ നീതി കൊടുത്തുള്ള ആളുകൾ എന്ത് തുല്യനീതിയാണ് ശ്രീ ലത്തീഫ്? അത് എവിടെയാണ് നടപ്പായി? ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സ്ത്രീകൾക്ക് മുസ്ലിം പുരുഷന്മാരെ പോലെയുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അവർക്ക് പള്ളിയുടെ മുന്നിലത്തെ വാതിൽ കൂടി തന്നെ കടന്നു കയറാം. അവർക്ക് പള്ളി കമ്മിറ്റികൾ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കാൻ അങ്ങനെ ഒരു അവകാശം കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സ്ത്രീകൾക്കുണ്ടെങ്കിൽ താങ്കൾ പറയൂ. അല്ല, കൊടുക്കുന്ന വിഭാഗങ്ങളുണ്ട് അതിൽ ചില, അത് ഞാൻ നിഷേധിക്കുന്നില്ല, കൊടുക്കുന്ന വിഭാഗങ്ങൾ അതിലുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷം പേരും അത് കൊടുക്കുന്നില്ല. അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് പുരുഷന്മാർ. അല്ല, സ്ത്രീകൾക്ക് കൊടുത്ത അവകാശം പറഞ്ഞുതരാ. സ്ത്രീകളോട് പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇരുട്ടായ റൂമിൽ നിസ്കരിക്കുന്നതാണ്. നിങ്ങൾ മക്കത്തെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം എന്ന് പറഞ്ഞെടുത്തു. അതെന്തിനാണ് അവർക്ക് മദ്രസ പള്ളികൾ സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ മറ്റുള്ളവർ കാണുമെന്നോ സ്ത്രീകൾ വീട്ടിൽ തന്നെ തളച്ചിടാൻ വേണ്ടിയുള്ളതല്ലേ ഇത്? അല്ലെങ്കിൽ പുറത്തിറങ്ങി നിസ്കരിച്ചാൽ എന്താണ് അവർക്ക് കുഴപ്പം? എന്താണെന്നറിയോ, നമ്മുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. അത് തന്നെയാണ് കാഴ്ചപ്പാടിന്റെ കുഴപ്പം തന്നെയാണ് ഞാനും പറയുന്നത്. അല്ല, അത് നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാടിന്റെ വിഷയമാണ്. നമുക്ക് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും അതിന് കൊണ്ടുപോവാം. പിന്നെ ബഹുഭൂരിപക്ഷം 1500 വർഷം, 1450, 460 വർഷം ഇതിനെ പിന്തുടർന്ന് വന്നത് എന്തുകൊണ്ടാണ്? ശ്രീ ലത്തീഫ്, എന്റെ ഒരു സംശയം, ഒരു 50 വർഷം മുമ്പ്, അല്ല ഞാൻ ചോദിക്കട്ടെ, 50 വർഷം മുമ്പ് ശ്രീ ലത്തീഫ് എത്ര വയസ്സുണ്ട്? കറക്റ്റ് ആ ടൈം തന്നെ 50 വയസ്സ്. പോട്ടെ, എന്തായാലും ഒരു 50 വർഷം മുമ്പ് എന്തായാലും ചരിത്രം അറിയാമായിരിക്കുമല്ലോ. കേരളത്തിലെ പിന്നെ സർക്കാർ ഓഫീസുകളിൽ എവിടെ ചെന്നാലും കേരളത്തിൽ, അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനോ ആരോ ആയിക്കോട്ടെ, അതിൽ 90% പേരും പുരുഷന്മാരായിരുന്നു. ഒരു 5-10% പേരാണ് സ്ത്രീകൾ ഉണ്ടായിരുന്നത്. ഇന്ന് കേരളത്തിലെ പല സർക്കാർ ഓഫീസുകളിലും ചെന്നാൽ പകുതിയിൽ കൂടുതലോ സ്ത്രീകളാണ്. അതിൽ എല്ലാ മതക്കാരുമുണ്ട്. ഈ എല്ലാ മതക്കാരും സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാതെ, ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കി നിന്നാൽ മതി, ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് തന്നാൽ മതി, വീട്ടുജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെന്തോ ഒരു ദേവതയായ പോലെ അങ്ങ് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അടച്ചിട്ട മുറിയിൽ അകത്തിരുന്നെന്ന് പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വീടിന് പുറത്തിറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്നതാണ് ഈ പുരുഷന്മാർ. അവിടെ നിന്നൊക്കെ സ്ത്രീകൾ മാറി അവരിന്ന് സമൂഹത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുകയാണ്. ഇന്ന് രാജ്യത്തെയൊക്കെ നയിക്കുന്ന രീതിയിലേക്ക് സ്ത്രീകൾ എത്തപ്പെട്ട്, ആ കാലത്തും പഴയ കാലത്ത് ഞങ്ങളുടെ സംരക്ഷണം തുല്യത നൽകുന്നു ഞങ്ങൾ എന്നൊക്കെ, അല്ലെങ്കിൽ എന്തോ നൽകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീകൾ തന്നെ ചിരിക്കും. അയ്യോ, നിങ്ങൾ അത് അവിടെ നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്. ഇപ്പൊ സ്ത്രീകള് പണിക്ക് പോണ്ട, സ്ത്രീകള് ജോലി ചെയ്യണ്ട, സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതി എന്ന ഒരു സന്തോഷ വാർത്ത അവരെ അറിയിക്കുക. ആ സന്തോഷ വാർത്ത അറിയിച്ചിട്ട് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തില് അവർക്ക് ജോലിക്ക് പോകണം. എന്നാൽ നാളെ മുതൽ കാര്യം ചെയ്യും ലത്തീഫെ, പുരുഷന്മാർ വീട്ടിൽ നിന്ന് ജോലിയൊക്കെ ചെയ്യട്ടെ, കുട്ടികളെ വളർത്തുകയും പാചകം ചെയ്യുകയൊക്കെ ചെയ്യട്ടെ, സ്ത്രീകൾ ജോലിക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിച്ചു പറഞ്ഞുകൂടെ? അപ്പൊ നിങ്ങൾ അപ്പൊ ഈ ആളുകളൊക്കെ വേറെ വാളെടുത്തിറങ്ങില്ലേ? എന്ത് വാദം? ഇതാ പെണ്ണുങ്ങള് വാളെടുത്തിറങ്ങുന്നത് എന്തിനു വാളെടുക്കണം? ഇപ്പോൾ പുതിയ തലമുറയിലെ സ്ത്രീകളെല്ലാവരും ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? അവരെല്ലാവരും പഠിക്കുകയും നല്ല വിദ്യാഭ്യാസം നേടുകയും ജോലി നേടുകയും ഒക്കെ ചെയ്യുന്നില്ല. അവരൊക്കെ സ്വന്തം കാലിൽ നിൽക്കുകയല്ലേ? ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. നാളെ ഈ ചാനലിലുള്ള ആളുകള് ഒരു വലിയൊരു സംരംഭം വെച്ചിട്ട് പറയാ, നാളെ മുതൽ പുരുഷന്മാരൊന്നും ജോലിക്ക് പോകണ്ട, അങ്ങനെ നമ്മളൊരു നിയമം പാസ്സാക്കി സ്ത്രീകൾ മാത്രം ജോലിക്ക് പോവുക, ജോലിക്ക് പോയിട്ട് ഇവർക്ക് പണിയെടുത്ത് തിന്നാൻ കൊടുക്കട്ടെ ഇറങ്ങാം. പിറ്റേന്ന് സ്ത്രീകൾ വാളെടുത്തിട്ട് ഇറങ്ങും. കംപ്ലീറ്റ് സ്ത്രീകൾ എന്ത് പറഞ്ഞിട്ടെന്നറിയോ? ആണുങ്ങൾക്ക് തിന്നാൻ കൊടുക്കുക. ആണുങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയമില്ല. ആണുങ്ങളെ സംബന്ധിച്ച അതാണ് അവരെ. ശ്രീ ലത്തീഫ്, താങ്കൾക്ക് വളരെ സിമ്പിളാണ്. താങ്കളുടെ ചിന്താഗതി അനുസരിച്ച് പുരുഷന്മാരെന്തോ അധ്വാനിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യം വേണം, ഞങ്ങളുടെ കുട്ടികളെ നോക്കി ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന് എൻ്റെ വീടെല്ലാം സംരക്ഷിച്ചുകൊണ്ട് സ്ത്രീകളൊക്കെ വീട്ടിലിരുന്നോണം, ഞങ്ങളെന്തോ നിങ്ങൾക്ക് എന്തോ വലുത് ചെയ്തു തരികയാണെന്ന് ഈ സ്ത്രീകളാരും അവരാരും ചിലപ്പോൾ പറയാൻ അവർക്ക് മടി കാണും എന്നേ ഉള്ളൂ ചിലർക്കെങ്കിലും. പുതിയ കാലത്ത് അങ്ങനെ പോലും മടിയില്ല. അവർ മുഖത്ത് നോക്കി തന്നെ, ലത്തീഫെ താങ്കളെ പോലുള്ളവരുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കും, ഇതൊന്നും നിങ്ങളൊന്നും തരേണ്ട കാര്യമില്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാം തുല്യ അവകാശമാണുള്ളതെന്ന് അവർ ഉറക്കെ തന്നെ പറയും. ഞങ്ങൾ ഈ 40 ഇപ്പൊ എനിക്ക് 40-45 വയസ്സായി. ഞാൻ ഈ 45 വർഷം ജീവിച്ചത്, ഒരു 10 വർഷം പോട്ടെ, 10-35 വർഷം ഞാൻ നാട്ടിൽ ജീവിച്ചിട്ട് ഈ ജാതി ഒന്നും ആരും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. എന്നാൽ നാളെ കേൾക്കേണ്ടി വരും ലത്തീഫ്. നാളെ കേൾക്കേണ്ടി വരുമ്പോ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ നാട്ടിൽ എന്തെല്ലാം വിഷയങ്ങൾ മാറി മറിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഓരോരുത്തരുടെ നിലപാടുകളും, ഓരോ മതത്തിന്റെ നിലപാട്, ഓരോ സമൂഹത്തിന്റെ നിലപാട്, ഓരോ സമുദായത്തിന്റെ നിലപാട്, ഓരോ രാജ്യത്തിന്റെ നിലപാട്, ആ നിലപാടുകളുമായിട്ട് അതങ്ങനെ മുന്നോട്ട് പോകും. അതൊന്നും മുന്നോട്ട് പോയിട്ടില്ല ലത്തീഫ്.
ഞാനതാ ചോദിച്ചത്. ലത്തീഫ് ജനിച്ച കാലത്ത്, ലത്തീഫിന്റെ കൗമാര കാലത്ത് എത്ര സ്ത്രീകൾ വാഹനം ഓടിച്ച് താങ്കളുടെ നാട്ടിൽ പട്ടാമ്പിയിലൂടെ സ്ത്രീകൾ പോകുമായിരുന്നു? ഇപ്പോൾ വാഹനം ഓടിച്ചു പോകുന്ന എത്ര സ്ത്രീകളെ താങ്കൾ നിരത്തിലേക്ക് ഇറങ്ങി നിന്നാൽ കാണും? അന്നൊക്കെ ഒരു സ്ത്രീ വാഹനം ഓടിച്ചു പോയാൽ ആ സ്ത്രീക്കെതിരെ നാട്ടുകാർ അപവാദം പറയുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറയുമോ? അവരുടെ ഇത് നിങ്ങൾ വേറെ, അത് നിങ്ങളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനോ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ലേ? നിങ്ങൾ പള്ളിയിൽ ഫ്രണ്ട് മുൻവഴിക്കൂടെ കയറരുതെന്ന് പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ലേ? അവരെ കണ്ട് കുറഞ്ഞ ആളുകളാണോ? അത് വിശ്വാസത്തിന്റെ ഭാഗമായ കാര്യമാണെന്നേ. വിശ്വാസവും സ്വാതന്ത്ര്യം രണ്ടാണ്. ശരി, ഓക്കെ. ലത്തീഫിന്റെ അഭിപ്രായം അങ്ങനെ. ലത്തീഫിനെ പോലെയുള്ള ആളുകൾ കൂടി ചേരുന്നതാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ അത്തരം അഭിപ്രായങ്ങൾ കൂടി ഉണ്ടാവണം, സ്വാഭാവികം. ശ്രീ ഉമേഷാണ് കോഴിക്കോട് നിന്നാണ്. ശ്രീ ഉമേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം കിരൺജി. നമസ്കാരം. നമ്മളെയൊക്കെ ഇനി എത്ര പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ചിലർക്ക് സത്യങ്ങൾ അറിയാമെങ്കിലും അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സെന്ന് പറഞ്ഞല്ലേ, അതില്ല. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചിലരോടൊന്നും. ഈ പണ്ട് പട്ടികജാതി വിഭാഗം അങ്ങനെയല്ല, ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരിക്കൊന്നും പണ്ട് പ്രവേശനമില്ല, അമ്പലത്തിൽ പ്രവേശനമില്ല. ഓരെല്ലാം പ്രവേശിച്ച് ദൈവം അല്ലെങ്കിൽ ഇറങ്ങി ഓടിയോ? ഇല്ലല്ലോ. ഇനി സ്ത്രീകളും പുരുഷനുമായിട്ട് എന്താ വ്യത്യാസം? സ്ത്രീകൾക്കുള്ള അതേ, പുരുഷന്മാർക്കുള്ള അതേ അവകാശം തന്നെ സ്ത്രീകൾക്കുള്ള. അതിനൊന്നും ഒരു മാറ്റമില്ല. ഇവിടെ ജനനത്തിനും മരണത്തിനും ഒരു വ്യത്യസ്തതയില്ലല്ലോ. ഒരു സ്ത്രീ ഒരു പുരുഷനും ചേർന്നാലുള്ളതാണ് ഒരു ജനനമെങ്കിൽ അതേപോലെ തന്നെ ഇവര് മരണപ്പെട്ട്, ഒരു ഉദാഹരണം പറഞ്ഞാൽ മരണപ്പെട്ട് കഴിഞ്ഞാല് എല്ലാവർക്കും ഓരോ, ജനിച്ചു കഴിഞ്ഞാൽ ഓരോ കർമ്മങ്ങളും ഓരോ ഇതാ. അതേപോലെ തന്നെ മരണപ്പെട്ടാലും മറ്റേ കുടുക്ക പൊട്ടിക്കല് വേറെ, മറ്റേ പ്രാർത്ഥന ചൊല്ലല് വേറെ അങ്ങനെ ഒരു സുനാമി, ഒരു പ്രളയ ദുരന്തം ഉണ്ടായിട്ട് ഒരുപാട് അനേക കാര്യങ്ങൾ, കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചാരോ. ഇവരെന്താ ഈ ജാതി മതം നോക്കിയിട്ട് ഓരോരുത്തരുടെ സാംസ്കാരിക എന്താ പറയാ, ഓരോരുത്തരുടെ ആചാര അനുഷ്ഠാനങ്ങൾ പ്രകാരം മറവ് ചെയ്ത് അല്ല, ഒരു JCB കൊണ്ട് വലിയൊരു കുഴി കുഴിച്ചാൽ ഒരങ്ങിട്ട് ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. ഇത് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തതാണ് ചിലരുടെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ദൈവങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനൊരു ദൈവവിശ്വാസത്തിലല്ല, വിശ്വാസം, അന്ധമായ വിശ്വാസമൊന്നും ഇല്ലാത്തവർക്ക്. ഇത് പ്രത്യേക ഭാഷ, സംസ്കൃത ഭാഷ പറഞ്ഞാലേ മനസ്സിലാവും. പ്രത്യേക സമുദായത്തിലുള്ള ആൾക്കാർ പറഞ്ഞാലേ ദൈവം കേൾക്കൂ, അവരുമായിട്ട് മാത്രമേ അടുക്കുള്ളൂ എന്നൊന്നും പറയുന്നതിനോട് ഒരു ഇതുമില്ലാത്ത ഒരാളാണ് ഞാൻ. അതാണ് പറയുന്നത്. ഇതിങ്ങനെ കുറെ ആൾക്കാർ ഈ ലോകത്തുണ്ട്. ഇവരൊക്കെ ഞാൻ വിചാരിച്ചു ചെറിയ പ്രളയെല്ലാം വരുമ്പോ ഇതിനെല്ലാം അങ്ങ് എടുത്തുകൂടെ, ഇതൊന്നും പോവുകയില്ല. അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സ്ത്രീകൾക്ക് പ്രവേശിക്കാം, ആരാധന നടത്താം, പക്ഷേ മുൻവാതിൽ വഴി പാടില്ല, അവർ മറ ഇട്ടി അപ്പുറത്തിരിക്കണം എന്നുള്ളതാണ് മുസ്ലിം വ്യക്തിഗത നിയമ ബോർഡിന്റെ അഭിപ്രായം. അതെ, ഒരിക്കലും അത് ശരിയല്ല. കാര്യം ആ സഹോദരിമാർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കാര്യം മുസ്ലിം സഹോദരിമാർ ഒരുപാട് പേരെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. വിദ്യാസമ്പന്നരും നല്ല സംസ്കാര സമ്പന്നരും നല്ല ആൾക്കാരോട് ഇടപഴകാൻ അത്ര നല്ല ഇതുള്ളവരാണ്. പക്ഷേ ചില ചട്ടക്കൂടുകൾ അത് സഹിച്ച് അങ്ങ് കഴിയുന്നു എന്നേ ഉള്ളൂ. കാര്യം ഒരു കാരണവശാലും അത് പാടില്ല. കാര്യം മുൻവാതിലിൽ കൂടെ തന്നെ കയറ്റണം. കാര്യം ഇനി അങ്ങോട്ട് വരുന്ന കാലം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ തുല്യതയുടെ കാലമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പൊ അവരെ മാത്രമായിട്ട് അവഗണിക്കാൻ പാടില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നല്ല ഒരു ശതമാനം മുസ്ലിംസ് ഉണ്ട്, അതിൽ ഏതാണ്ട് പകുതി കൂടുതൽ സ്ത്രീകളുമാണ്. ഇവര് വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഈ പ്രവാചകന്റെ നാട്ടിൽ ഇന്ന്, നേരത്തെ ഞാൻ 22 വർഷം സൗദി അറേബ്യയിൽ നിന്ന ഒരാളാണ്. ഈ 22 വർഷത്തിന് മുമ്പെന്ന് പറഞ്ഞാൽ എല്ലാവരും മുഖം മറയ്ക്കുമായിരുന്നു. ഇപ്പൊ അവിടെ മുഖം മറയ്ക്കേണ്ട കാര്യമില്ല. സ്ത്രീകൾക്ക് മൊത്തം ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത്. പക്ഷെ അന്നേ ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുവാണ്, ആണുങ്ങള് ഇപ്പൊ എഴുതുന്നതിനെക്കാട്ടി നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു സ്ത്രീകൾക്ക്. അവിടെ ടീച്ചർമാർ കൂടുതലും അന്ന് സ്ത്രീകളായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് പ്രവാചകന്റെ നാട്ടിൽ തന്നെ ഇത്രയും മാറ്റം വന്നു. ഇവിടെ ഉള്ള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് മതം മാറി വന്ന മുസ്ലിങ്ങളാണ് ഇവിടെ ഉള്ളതിൽ 99%. അല്ലാതെ നേരെ സൗദി അറേബ്യയിൽ നിന്ന് ഇവിടെ ഇറങ്ങിയവരാരും ഇവിടെ ഇല്ല. അവരെക്കാൾ ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറഞ്ഞ പോലെ കാര്യം ഇവർക്ക് നിസ്കരിക്കണം, ഇവർക്ക് പിന്നെ നിസ്കാര തഴമ്പ് നെറ്റിയിൽ വേണം.
പക്ഷെ സ്ത്രീകൾക്ക് ആ സഹോദരിമാരുടെ നെറ്റിയിൽ ഒരു നിസ്സാര തഴമ്പ് പോലും വരാൻ ഇവർ സമ്മതിക്കത്തില്ല. ഒരു കാരണവശാലും ശരിയല്ല. അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് കൊടുക്കണം. കാര്യം ആരാധനാ സ്വാതന്ത്ര്യം കൃത്യമായിട്ട് കൊടുക്കണം. കാര്യം നല്ല ഒരു ശതമാനം മുസ്ലിം സഹോദരിമാരെന്ന് പറയുന്നത് നിഷ്കളങ്കരാണ്. അവര് എല്ലാ കാര്യത്തിലും കാര്യം നമുക്ക് ഒരുപാട് ആൾക്കാരെ അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുവാണ്. സൗദി അറേബ്യ തന്നെ എന്ത് നല്ല മനസ്സാണെന്ന് മോഹനാണ് പാലക്കാട് നിന്നും. ശ്രീ മോഹനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ ഈ പുരോഹിത വർഗം നിയന്ത്രിക്കുന്ന ഈ മതങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ കാര്യത്തോടെടുക്കുമ്പോൾ സ്ത്രീകളുടെ വിഷയത്തിൽ ഏറെക്കുറെ ഒരേ നിലപാട് സ്വീകരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ശ്രീ മോഹന്റെ ടെലിഫോൺ തടസ്സം. ശ്രീ സുരേഷാണ് വടകരയിൽ നിന്നാണ്. ശ്രീ സുരേഷ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് മാത്രം വേണ്ടിയാ. മനുഷ്യൻ നന്നാണെന്ന് മാത്രമാണ് നമ്മളൊരു അഭിപ്രായം. മനുഷ്യൻ നന്നാവുക. ഞങ്ങളെല്ലാം വടകര എന്നല്ല ഇപ്പൊ 1-ാം തീയതി മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കുന്നു. ഞങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് വെച്ചാല് അത് ആർക്ക് കിട്ടുന്നത്, ആരാണ് വെച്ച് തരുന്നത്, ഇതൊന്നും ഉദ്ദേശിച്ചില്ല നമ്മളെല്ലാം കൊടുക്കുന്നത്. അപ്പൊ മതസൗഹാർദ്ദം വേണം. ഈ നടുവിൽ നിന്നിട്ട് ഒരു പണിയെടുക്കാണ്ട് തിന്നുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ മതം എന്നുള്ള സാധനം ഉണ്ടായത്. എന്റെ ഒരു അഭിപ്രായം വിനീതമായിട്ടാണ്. അവര് ഇത് കൊണ്ട് മുതലെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, ഒരു പണിക്കും പോവാറ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ചില യൂട്യൂബ് കമന്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. യൂട്യൂബ് കമന്റിനകത്ത് ഇന്ന് വീണ്ടും എനിക്ക് തോന്നുന്നു കൃഷ്ണൻകുട്ടി മണിമലയെക്കുറിച്ച് എന്തായാലും മണിമല ചേട്ടൻ ഹിറ്റായെന്ന് തോന്നുന്നു. മണിമല വരില്ല എന്നൊക്കെ പറയുന്നു. അതുകൊണ്ടല്ല ഞാനിട്ട കമൻറ്റ് വായിച്ചു. അതുകൊണ്ട് PR ഇന്ന് മണിമലയെ വിളിക്കില്ല എന്ന് പറയുന്നു. ഗോളാന്തരയാത്രയാണ് പറയുന്നത്. ജയകുമാർ പറയുന്നു, മുരളീധരൻ നമ്മളൊന്നും ചെയ്യാതെ നമ്മളെ അദ്ദേഹം ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയേ സംസാരിക്കത്തുള്ളൂ എന്നാണ് ജയകുമാർ പറയുന്നത്. കിരണ, ഇന്ന് താങ്കൾ സബീന ചേച്ചിയെ പോലുള്ളവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കേണ്ടതായിരുന്നു. വിളിച്ച ആർക്കും നമ്മൾ അവസരം നിഷേധിച്ചിട്ടില്ല. നമുക്ക് വിളിച്ച ആർക്കും അല്ല, നമ്മുടെ ഫോൺ കണക്ട് ചെയ്ത് കിട്ടിയ ആർക്കും നമ്മൾ നിഷേധിച്ചിട്ടില്ല. എന്തായാലും അത്തരം ചില കമൻറ്റുകൾ കൂടി, അവർ തമ്മിലുള്ള ചില തർക്കങ്ങൾ കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ട്. പള്ളിയിൽ കയറുകയോ കയറാതിരിക്കുകയോ ചെയ്യട്ടെ, താങ്കളുടെ നിഷ്പക്ഷ അവതരണം ആരെയും പേടിക്കാതെ ടെലിഫോൺ കോളുകൾക്ക് കാലത്തിന് അനുയോജ്യമായ മറുപടി കൊടുക്കുന്ന താങ്കൾക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്ന് പറയുന്നത് ദിനുവാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പലപ്പോഴും ഹിന്ദുക്കളുടെ വിഷയം പറയുമ്പോൾ അങ്ങനെ വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾ അതിനെതിരാണെന്ന് പറയും. മുസ്ലിമിൻ്റെ വിഷയം പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകൾ അവർക്കെതിരാണെന്ന് പറയും. ക്രൈസ്തവരുടെ വിഷയം വന്നാൽ അവരുടെക്കും എതിരെ. അങ്ങനെ പാർട്ടിക്കാരും അങ്ങനെയാണ്. എല്ലാ പാർട്ടിക്കാരും അവർക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ മറ്റേ പാർട്ടിയുടെ ആളാണ് എന്ന മട്ടിൽ പറയുന്ന ആളുകളാണ് പലപ്പോഴും. എന്തായാലും അത്തരം കമൻറ്റുകളൊക്കെ വന്നത് എന്തായാലും വലിയ സന്തോഷമുണ്ട്. പിന്നാമ്പുറത്തു കൂടി കയറാനുള്ള അവകാശമുണ്ടല്ലോ എന്നാണ് ഒരാൾ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചില കമൻറ്റുകൾ കൂടിയുണ്ട്. കാലത്തിനനുസരിച്ച് മാറ്റമുണ്ടാവണം. അത് ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമായാലും മുസ്ലിം മതമായാലും. ശ്രീകുട്ടി സന്തോഷമാണ് അത് പറയുന്നത്. അതുതന്നെയാണ് വേണ്ടത്. ഏത് മതമായാലും കാലത്തിനനുസരിച്ച് മാറ്റത്തിന് തയ്യാറാവണം. മാറ്റത്തിലൂടെയാണ് നമ്മളെല്ലാം ഇവിടെ വരെ എത്തിയത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം മാധ്യമങ്ങൾ തേടണമെന്നാണ് ഗ്ലാഡിയേറ്റർ പറയുന്നത്. മുഖ്യമന്ത്രി എന്തിനാണ് ഇതിനകത്ത് അഭിപ്രായം പറയുന്നതെന്ന് എനിക്കറിയില്ല. കേരള സർക്കാരിന് ഇതിൽ കക്ഷിയായ കേരള സർക്കാർ കേരളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടി വരികയും ചെയ്യും. അത് പറഞ്ഞേ പറ്റൂ, അവർക്ക് പറയാതിരിക്കാനും കഴിയില്ല. ശ്രീകുമാറാണ് അമ്പലപ്പുഴയിൽ നിന്ന്. ശ്രീകുമാർ, താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? പറഞ്ഞോളൂ ശ്രീകുമാർ. സാറിന് ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, നമ്മള് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊന്ന് പരിചയപ്പെട്ടായിരുന്നു. ഓർമ്മയുണ്ടോന്ന് അറിയില്ല ശ്രീകുമാർ. ഓർമ്മയുണ്ട് ശ്രീകുമാർ, എനിക്ക് ഓർമ്മയുണ്ട്. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരിക്കൽ പരിചയപ്പെട്ടു. സാറിന്റെ അഭിപ്രായങ്ങളൊക്കെ വളരെ വ്യക്തമാണ്, വളരെ ന്യായയുക്തമാണ്. പക്ഷെ എന്റെ ഒരു വ്യക്തിപരമായ ഒരു പ്രായോഗികമായ ഒരു വശം വെച്ച് നോക്കുമ്പോൾ സാർ ഈ പറയുന്ന കാര്യങ്ങള് നമ്മുടെ സമുദായ അംഗങ്ങൾ ഈ പറയുന്ന പോലെ അത് അംഗീകരിക്കുവോ, നേതൃത്വങ്ങൾ അംഗീകരിക്കുവോ എന്ന് സംശയമുണ്ട്. അപ്പോ കാലാന്തരത്തിൽ മാത്രമേ ഇത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴുള്ള ഈ വിശ്വാസങ്ങൾ, അതിപ്പോ ഹിന്ദു സമുദായത്തെ സംബന്ധിച്ചായാലും ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചാണെങ്കിലും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചാണെങ്കിലും അവിടെ ഒരു വ്യവസ്ഥാപിതമായ ഒരു രീതിയായിപ്പോയി. ഇപ്പം 1/3 സ്ത്രീകൾ വേണമെന്ന് പാർലമെന്റിൽ പറയുമ്പോഴും പുരുഷന്മാർ ഒരുപക്ഷെ
സ്ത്രീകൾ വേണം 33% വേണമെന്ന് പറയുമ്പോഴും പതുക്കെ ഈ വിഷയം തള്ളി അവരങ്ങ് മാറ്റുകയായിരുന്നു എല്ലാവരും ചെയ്ത്. ഇപ്പം കേന്ദ്രം കൊണ്ടുവന്നതിനെ വെച്ച് ഞാൻ പറഞ്ഞതല്ല. പക്ഷെ ഈ സ്ത്രീ ശതമാനം വേണമെന്ന് ഒരു പക്ഷേ പറയുമെങ്കിലും എല്ലാവരും പുരുഷന്മാരായിട്ടുള്ളവരാണ് പാർട്ടി നേതാക്കൾ. ശരി, താങ്കൾ പറയുന്നത് വ്യക്തമാണ്. നമ്മുടെ സമയം അവസാനിക്കാൻ പോകുന്നുണ്ടാണ്. ഒരാൾ കൂടി കാത്തു നിൽക്കുന്നു. ശ്രീ മുഹമ്മദാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സ്ത്രീകളെ പള്ളിയിൽ കയറ്റുന്നതിന് മുൻവാതിൽ പാടില്ല, സ്ത്രീകൾക്ക് മറകെട്ടി മാത്രമേ പ്രാർത്ഥിക്കാൻ അനുവദിക്കാവൂ എന്നാണ് മുസ്ലിം വ്യക്തിഗത നിയമ ബോർഡ് ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. താങ്കൾക്ക് അതിലെന്താണ് അഭിപ്രായം? സാറേ, ഇത് നടക്കാത്ത കാര്യമാണ്. ഈ ലോകത്തിൽ ആര് വിചാരിച്ചാലും നടക്കില്ലത്. സ്ത്രീകൾക്ക് പള്ളിയിൽ വരാൻ പാടില്ല. പിന്നെ മുസ്ലിങ്ങളിൽ വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്, അവര് പള്ളിയിൽ പോകലുണ്ട്. പക്ഷെ സുന്നി മതത്തിൽപ്പെട്ടവര്, സുന്നിയിൽ വിശ്വസിക്കുന്നവര് പള്ളിയിൽ കയറാൻ പാടില്ല. അതാണ് ഇതിന്റെ നിയമം. ഇത് വെറുതെ എന്തെങ്കിലും പറയാനോ കോടതിയല്ല, ആര് തന്നെ വിചാരിച്ചിട്ടും പിന്നെ സ്ത്രീകളെ പള്ളി കയറില്ല സാറേ. ശ്രീ മുഹമ്മദ്, പക്ഷേ ഇത്തരം ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഹിന്ദു മതത്തിലെ മഹാഭൂരിപക്ഷം പേരെയും കയറ്റില്ലായിരുന്നു. അത് ആര് വിചാരിച്ചാലും കയറ്റില്ല, ഞങ്ങൾ അവരെ തടയുമെന്ന് പറഞ്ഞ് വലിയ ഗുണ്ടകളുമൊക്കെ നിന്ന് അന്നത്തെ ആളുകളൊക്കെ തടഞ്ഞിട്ടുണ്ട്. പക്ഷെ കാലം വന്നപ്പോൾ അതൊക്കെ മാറി അവിടെയൊക്കെ എല്ലാ ഹിന്ദുക്കളും കയറുന്ന അവസ്ഥയുണ്ടായി. എല്ലാ മതത്തിലും ഇതുപോലത്തെ ഒരുപാട് ആചാരങ്ങളുണ്ടായിരുന്നു, അതൊക്കെയും മാറിയിട്ടുണ്ട്. സാറ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഈ ഒരു പള്ളിയിൽ സ്ത്രീകൾ പോയിട്ട് സ്ത്രീകൾ നിസ്കരിക്കുന്ന പള്ളികളും അങ്ങനെയുള്ള മുസ്ലിം വിഭാഗങ്ങളും ഇന്നും ലോകത്തുണ്ട്. അതായത് മുജാഹിദ് അല്ലെങ്കിൽ വഹാബി എന്ന് പറയുന്ന ആൾക്കാരിൽ ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെ പള്ളിയിൽ പോലും നിസ്കാരമൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ സുന്നി ജമാഅത്തിൽപ്പെട്ട കോടാനകോടി ജനങ്ങൾ ലോകത്തിലുണ്ട്, കോടാനകോടി. അതിപ്പോ ആരെങ്കിലും വിചാരിച്ചാലൊന്നും പള്ളിയിൽ വരാൻ പാടില്ല, പള്ളിയിൽ വരാൻ പാടില്ല സാറേ. ശ്രീ മുഹമ്മദ്, അത് ഞാൻ പറഞ്ഞത് താങ്കൾ മാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ലോകത്ത് മാറ്റമില്ലാത്തതായി മാറ്റം എന്നൊരു വാക്കിന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും മാറും. സാറേ, പലവരും വിചാരിക്കുന്നുണ്ട് പല നിയമം കൊണ്ടുവരാന്ന്, അതൊന്നും നടക്കില്ല സാറേ. ശരി, ഓക്കെ. എന്തായാലും സുപ്രീം കോടതി അക്കാര്യത്തിൽ തീരുമാനം എടുക്കട്ടെ. സുപ്രീം കോടതി തീരുമാനമെടുത്താൽ ഇനി നമുക്ക് എന്തായാലും ഈ നാട്ടിൽ ആർക്കും തടയാൻ കഴിയില്ല. ഇനി അത് ആ തീരുമാനമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അന്തിമമായ തീരുമാനം. അത് എന്താണ് കോടതി എടുക്കുന്നത്, കോടതിയുടെ തീരുമാനമാണ്. എന്തായാലും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതിൽ നല്ലൊരു ശതമാനം ആളുകളും ഈ എല്ലാ മതങ്ങളും സ്ത്രീകളെ പല രീതിയിൽ അകറ്റി നിർത്തുന്നതിനെതിരായ ഒരു പൊതുവികാരം തന്നെയാണ് പ്രകടിപ്പിച്ചത് എന്നതിൽ സമൂഹത്തിൻ്റെ ഒരു പുരോഗമനപരമായ കാഴ്ചപ്പാടാണ് ഭൂരിപക്ഷത്തിനുള്ളതെന്ന് കാണുന്നത്. എന്നാൽ ചിലരെങ്കിലും അങ്ങനെയല്ല, ഇത് മതത്തിൻ്റെ ചട്ടക്കൂടാണ്, മതം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾ മാറില്ല. ഏറ്റവും അവസാനം പറഞ്ഞ മുഹമ്മദ് പറയുന്നത് ഇനി എന്ത് വന്നാലും ആര് വിചാരിച്ചാലും ഇതൊന്നും ഞങ്ങൾ മാറ്റാൻ പോകുന്നില്ല, മാറ്റില്ല, ഞങ്ങളത് അനുവദിക്കില്ല എന്നൊക്കെയാണ്. ഇങ്ങനെയൊക്കെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ എല്ലാ മതത്തിലും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആളുകളെയൊക്കെ ചവിട്ടി പുറത്താക്കിയാണ് എല്ലാ മതത്തിലെയും എല്ലാ പുരോഗമനവാദികളും കടന്നു വന്നതും ഞാനും നിങ്ങളുമൊക്കെ ഈ സമൂഹത്തിൽ ഇന്ന് ഇതേ അവകാശങ്ങളോടുകൂടി അധികാരങ്ങളോടുകൂടി നിൽക്കുന്നതും. അത്തരമൊരു മാറ്റം ഈ സമൂഹത്തിന് എല്ലാ കാലത്തും ഉണ്ടാവുക തന്നെ ചെയ്യും. മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത്. നാളെയും മറ്റു വിഷയവുമായി ന്യൂസ് 18 പൊതുവേദി.